ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണേ. ചേച്ചീൻ്റെ വീട്ടിലേക്ക് കേട്ടോ. കുറച്ച് നാളായി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാൻ എഴുതി. ഇന്ന് ഞങ്ങൾക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ കേട്ടോ ഇന്ന് പോകാൻ ഇറങ്ങിയത് ഞാൻ യുവി ഏട്ടനും മാത്രമായിട്ടോ ഉള്ളൂ. പോകുന്നതൊക്കെ ഞങ്ങളൊരു കൂൾ ബാറിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെണ്ട ഒരു കമ്പനിക്കാരനുണ്ടായിരുന്നു. ഓരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ ഒരു ലൈം അടിക്കാൻ കയറി കേട്ടോ. ലൈമും പപ്സാട്ടോ ഞങ്ങൾ പറഞ്ഞത്. ലൈം വന്നപ്പോൾ ഞാൻ കുറച്ച് യുവിക്ക് കൊടുത്തു നോക്കിയേ. ആള് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പപ്സ് കൊടുക്കാൻ എഴുതി. അത് കൊടുക്കാനത്ത് പപ്സ് വേണ്ടാക്കി, ലൈമും മതി, കരച്ചിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ല വെയിലാട്ടോ, നല്ല ചൂടുണ്ട് അതുപോലെ. അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലെത്തിയേ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആരും കാണാത്തോണ്ടൊന്ന് എവിടെ പോയി എന്നറിയാതെ അങ്ങനെ കേട്ടോ ഉള്ളിലോട്ട് കയറിയത്. ചുമ്മാ ഉള്ളിൽ കയറി അകത്ത് നോക്കിയപ്പോഴാണ് അളിയനും അളിയൻ്റെ അമ്മയും അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കാരണം വെയിലിൻ്റെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു. ഒരാൾ നിലത്ത്, ഒരാൾ കട്ടിലായിട്ടാട്ടോ കിടക്കുന്നത്. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അവർ എണീറ്റേ. ആക്ച്വലി ഞങ്ങൾ പോയത് അളിയനൊന്ന് ചെറുതായിട്ട് വീണിട്ട് വാരിയലിനൊരു ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കാണാൻ വേണ്ടി പോയതാണ്, ചെന്നോക്കാൻ പോയതാണ്. അപ്പോഴത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ടെന്നെ. ചേച്ചി യുവിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അതിലേന്നു ആൾ മേലത്തെ അമ്മമ്മ വിളിച്ചിട്ടൊന്നും അറിഞ്ഞില്ല. അവിടെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങിയ പാടെ ഒരു നായ്ക്കുറുക്കൻ എന്നാട്ടോ ഏട്ടൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ എന്തോ സാധനം വണ്ടീൻ്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്ത് പോയേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. ഈ സൈഡിൽ കൂടെ പോകുന്നത് കുറ്റ്യാടി പുഴയാണേ. നല്ല കാറ്റാട്ടോ. വെയിലാണെങ്കിൽ അതിലേ പോകുമ്പോൾ ചെറിയ കാറ്റും തണുപ്പൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ആയിട്ടെടുത്ത്. ഈ പുഴ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ കേട്ടോ പോണത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാണ്ടേ. എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നൊരു വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ പോകണമായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ അവിടെ നിന്ന് കുറച്ച് കായൊക്കെ തന്നിട്ട് അത് വീട്ടിൽ വെച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിൽ കൂടുതലിന് വന്ന് ഇതാട്ടോ വീട്ടിൽ കൂടുതലുള്ള വീട്. അപ്പോൾ ഇവിടെ വന്ന് അകത്തൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ സദ്യ കഴിക്കാനിരുന്നേ. ഇവയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇവിടെ കയറി അവരോട് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അത്ര ദൂരം ഉണ്ടായിരുന്നുള്ളൂ, വേഗം പോയി വരാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പറ്റട്ടെ.